ബ്രോ ആക്ച്വലി ഇന്ന് കിടന്ന് നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, ശരിക്കും 11 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കുക, C5 പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആ വർക്ക് വളരെ ക്വാളിറ്റിയോടുകൂടി എത്തിക്കുക. അപ്പോൾ ഒരു ടീമിനെ നമ്മൾ കളക്ട് ചെയ്യുക, വളരെ എത്രയും പെട്ടെന്ന് അത് തീർക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത്? എല്ലാവരും കൂട്ടുകാരാണ് ബ്രോ. അതാണ് ഓക്കെ, കൂട്ടുകാരാണ് എല്ലാത്തിനും ശക്തി. ഓക്കെ, ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ഇതില് കുറച്ച് ഡയറക്ടേഴ്സിനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഇവിടുന്ന് കിട്ടും, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തോർത്ത് അഭിനയത്തിന്റെ ഭാഗം അത് ഫോളോ ചെയ്ത് പോകരുത്. നിങ്ങളുടെ നല്ല സിനിമകൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും. ഇത് വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കും. ശരിക്കും ഇത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഡിജിറ്റൽ സ്പേസിലേക്ക് ഒരു കംബാക്ക് ആണല്ലോ. ശരിക്കും അത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു? ശരിക്കും ഡിജിറ്റൽ സ്പേസിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു ചാലഞ്ച്, ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിട്ടുള്ള ഒരു റോള് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, അത് കോമഡി ആയിരുന്നു. ഇതുപോലത്തെ പ്രോപ്പർ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഡിജിറ്റൽ സ്പേസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ദിസ് വാസ് ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ഫോർ ദാറ്റ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് താങ്കളുടെ ഇപ്പം വൈലോപ്പിള്ളിയുടെ കവിത അടിസ്ഥാനമാക്കിയിട്ടൊരു സിനിമ വരുന്നുണ്ടല്ലോ, കൃഷ്ണാഷ്ടമി. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ റീസെന്റ് വന്ന എല്ലാ സിനിമകളിലും വ്യത്യസ്തമായിട്ടൊരു അഭിനയത്തിന്റെ രീതിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അത് തിരഞ്ഞെടുക്കാനുള്ള കാരണവും അതിനകത്ത് പ്രധാന വേഷമാണെന്നാണ് എനിക്ക് അറിഞ്ഞത്. അപ്പൊ അത് എടുക്കാനുള്ള കാരണവും ഇത് തന്നെയാണോ? അതായത് അതും ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ട് തന്നെ പോകുന്നതാണോ? യെസ്, അതുകൊണ്ടാണ്. നോർമലി എന്താണ് ചൂസ് ചെയ്യുന്നത്? അതായത് എന്താ കഥയിലെ സ്ട്രെങ്ത് ആണോ, അവരുടെ കഥാപാത്രത്തിന്റെ സ്ട്രെങ്ത് ആണോ നോക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ ഒരു ആസ് എൻ ആക്ടർ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇവരുടെ ഒരു ടൂളായി മാറുക എന്നുള്ളത്. അപ്പോൾ ഷാനാണ് എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. ഷാന് വേണ്ടതാണ് ഞാൻ കൊടുക്കുന്നത്, അതാണ് കൊടുക്കേണ്ടതെന്ന് ആഗ്രഹിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമാകുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ പ്രോജക്ട്സിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഒരു അഭിനേതാവായി നിൽക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് പല സംശയങ്ങളും അതുപോലെ പല സജഷൻസും ഉണ്ടാവും. അത് ഷാൻബായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു? ഒരുപാട് പ്രശ്നമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്നോട് അത് ഡിസ്കസ് ചെയ്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് സമാധാനം, സ്വസ്ഥത, ഇതൊക്കെയാണല്ലോ വേണ്ടത്. അല്ല, അതൊക്കെ നന്നായിട്ട് എടുക്കാൻ അറിയാം. അപ്പോൾ അവിടെ നമ്മുടെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ ശരിയാവണമെന്ന് പോലെയില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ടൈം ലിമിറ്റിനുള്ളിൽ ഇത് കാണുന്ന ആൾക്ക് സിയുടെ ഹെഡ് പറഞ്ഞ പോലെ ഇത് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ചോദിച്ചാൽ മോർ ദാൻ 30 ഒക്കെ പറയും. അത് എന്തെങ്കിലും ആട്ടെ, പക്ഷെ നമുക്ക് അതെങ്ങനെ ആ ടൈം ലിമിറ്റ് വർക്ക് ചെയ്യുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു ഡയറക്ടർക്ക് എന്താണ് ആക്ടറിൻ്റെ അടുത്ത് നിന്ന് വേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാന്നുള്ളത് എല്ലായിടത്തും ചെയ്യുന്നത്. അതായത് അഭിനയം ഇപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള സംശയങ്ങളും കഥയും ഇങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അത് ഷെയർ ചെയ്യാൻ താല്പര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മാറി നിൽക്കുന്നതാണോ, അതോ ഇപ്പം ഈ കഥ ഇടപെടണ്ട ആ രീതിയിലാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്? അത്രേ ഉള്ളൂ. അഭിനേതാവ് എന്നുള്ള നിലയിലാണോ, ഒരു സംവിധായകൻ എന്നുള്ള നിലയിലാണോ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇപ്പം ഡയറക്ടർ? ഓക്കെ, പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും പറയാനായിട്ടില്ല. CTVയുടെ ഫസ്റ്റ് വെബ് സീരീസ് ലോഞ്ച് ചെയ്യുകയാണ്. സിജു പ്രഭാകർ, ലോയിഡ് സേവ്യർ, കൗശിക് നരസിംഹൻ, 3 of you. I appreciate you launched first web series. മലയാള ഇൻഡസ്ട്രിക്ക് പ്രതീക്ഷ വരികയാണ്. കാരണം ഇത് ചെയ്തിരിക്കുന്ന സിനിമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഏരിയയാണ് വെബ് സീരീസ്. അത് നാഷണലിലും ഇൻ്റർനാഷണലിലും അത്രയും ക്വാളിറ്റിയോടുകൂടി ഇപ്പോൾ റെൻഡർ ചെയ്ത് വരുന്നത് കൊണ്ട് മലയാളത്തിലെ ഡയറക്ടേഴ്സിന് അത് വലിയ പ്രതീക്ഷയായി മാറുന്നുണ്ട്. ഞാനത് മറ്റു കാര്യങ്ങൾ, ഞാനൊരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് 1 മിനിറ്റ് എടുക്കുകയാണ്.
ഈ പ്രോജക്റ്റിൽ ഒരിക്കലും ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് എടുക്കാനുള്ള അവകാശമുണ്ടെന്ന് തോന്നുന്നു. സുദീപ് സാറിൻ്റെ ഒരുപാട് വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മലയാളിക്ക് വളരെ അക്വൈൻറ്റഡ് ആണ്. പക്ഷേ ഇതിൽ ഒരു SHO മുകളിൽ നിന്നുള്ള ഹയർ ഓഫീസേഴ്സിൻ്റെ വലിയ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഒരു കേസിനെ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യാണ്. അങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചോദ്യം വരുന്നില്ല. ആ SHO തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു ബ്രില്യൻ മേക്കിംഗ് ആണ്. ഡയറക്ടർ നമ്മുടെ ഷാൻ തുളസീധരൻ അത് വളരെ ട്രിക്കി ആയിട്ട് എഴുതിയില്ലെങ്കിൽ പണി കിട്ടും. ഞാനും രണ്ടാമത് ചെയ്ത പോലീസ് സ്റ്റോറിയാണ്. അതിൽ ജിൻസ് ഇതേപോലെ തന്നെയാണ്, പോലീസ് ക്യാരക്ടറാണ് ജിൻസ് ഭാസ്കർ. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് റെൻഡർ ആയിട്ടുണ്ട്. എനിക്ക് ജിയോ സാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വരുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞൊക്കെ മസിൽ പിടിച്ച് പോകുമ്പോൾ ഈ മനുഷ്യൻ വളരെ സിമ്പിളായിട്ടാണ് ക്യാരക്ടർ ചെയ്യുന്നത്. ബിഹേവിങ് എന്നുള്ള പാർട്ടിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് അജയ് വാസുദേവ് സാർ. എൻ്റെ അസോസിയേറ്റൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് കാണാൻ പറ്റി. നന്നായിട്ട് ചെയ്തിരിക്കുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റും. പിന്നെ നമ്മുടെ അഖിൽ നല്ല പേര്, ഞാൻ എന്താണ് ഗിന്നസ് മനോജിൻ്റെ കൂടെ നിങ്ങൾ കോമഡി ചെയ്യുമ്പോൾ അത് മുഴുവൻ കണ്ടിരുന്നതാണ്. ആ ആള് വളരെ സീരിയസ് ആയിട്ട് വേറെ ക്യാരക്ടർ ചെയ്യുന്നു. അത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു റെൻഡറിങ് ആയിട്ട് തോന്നി. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വെബ് സീരീസിനെ കാണുമ്പോൾ അത് നന്നായിട്ട് സിനിമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ അത് റെൻഡർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് എല്ലാവരും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ അണിയറയിലും ഇറങ്ങിലും ഒക്കെ പ്രവർത്തിച്ച മുഴുവൻ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. ഇനി കുറഞ്ഞ സമയം കൊണ്ട് ഈ പടം ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്ന ഡയറക്ടർക്കും ഇത് ടീമിനും ഹാറ്റ്സ് ഓഫ്. താങ്ക് യു.